ഒരു കാര്യം പറയാം, ഈ കലാകാരന്മാർക്ക് എനിക്ക് കിട്ടി ഓർമ്മ കിട്ടി, പാട്ട് പാടും, താളബോധമുണ്ട്, വരയ്ക്കും. പക്ഷേ സിനാജിനെ കുറിച്ച് ഞാൻ കേട്ടത് നന്നായിട്ട് വരയ്ക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ഫോട്ടോ ഒന്ന് പെട്ടെന്ന് വരച്ചാലാണ്. തീർച്ചയായിട്ടും. കാരണം ഈ പ്രോഗ്രാമിന് ചാനലുകാർ വിളിച്ചപ്പോൾ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം സിനാജ് വരച്ച ഒരുപാട് ഇതൊക്കെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. നമ്മുടെ എറണാകുളത്തുള്ള സുഹൃത്തുക്കളൊക്കെയാണ്. ഇത് കാണാൻ വരച്ചാൽ ഇത് പ്രേമിക്കുന്ന പെണ്ണാണ്. അല്ല തേടി നടക്കുന്ന പെണ്ണിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അല്ല അതാണ് ചുണ്ടും കണ്ണൊക്കെ നോക്കി എന്ത് മനോഹരം. ഇങ്ങനെയുള്ള പെണ്ണിനെയാണോ സിനാജിന് ഇഷ്ടം? അല്ല, അങ്ങനെ മനസ്സിൽ കണ്ടപ്പോൾ ഓർത്ത് വരച്ച. പേടിക്കണ്ടെന്ന്, ടിവിയിൽ ഞാൻ ആരും കണ്ട് ഇഷ്ടപ്പെടണേ അങ്ങനെ വന്നോട്ടേന്നേ. ഇങ്ങനത്തെ പെണ്ണാണ് ഇഷ്ടം. അതെ, സത്യം. തീർച്ചയായിട്ടും. ആണോ? ഓക്കെ, ദൈവമേ ഇങ്ങനൊരു പെണ്ണിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതാരാ? ഇത് ഫൈസൽ എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ, നമ്മുടെ സുഹൃത്ത്. ആണോ? ഓക്കെ, ഇത്ര വരച്ചിട്ടുള്ളൂ? ഇതെന്തത് വരച്ചിട്ടാണ്? അല്ല, അത് സ്കെച്ച് ചെയ്തോണ്ടിരിക്കുക. ഓരോന്ന് ഇത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു കൂട്ടുകാരനാണോ? ഒരു കൂട്ടുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. എത്ര ഉള്ളൂ. എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫോട്ടോ പടപടാന്ന് വരയ്ക്കാവൂ. തീർച്ചയായിട്ടും. പെൻസിലെട്ടെ ഏതാ വേണ്ട? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരച്ചാൽ മതിയേ. കാരണം അതാവുമ്പോൾ കളർ അറിയില്ല, കറുത്തല്ലിരിക്കുള്ളൂ. എൻ്റെ പുതിയ പടത്തിൻ്റെ പേര് അങ്ങനെയാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. ഓക്കെ, അതന്നെ എഴുതിക്കോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം തന്നെ എഴുതി. ഒന്ന് കാണട്ടെ. കുടുംബം. വെരി ഗുഡ്. ഇനി എൻ്റെ പടം വരയ്ക്കോ. കുമ്പാജി കുച്ചാണ്ടി പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാല് എൻ്റെ കുടലു കത്തണുമാ, പണം പടഞ്ഞിട്ട് ദൈവഗുണം പാഴാക്കണുമാ, അത്ത കഴിഞ്ഞാലോ പിന്നെ ഗുണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, ഞാനൊരു പൂക്കളിട്ടു, കാലത്തെൻ്റെ അമ്മയും പൂക്കളിട്ടു, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു, അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായ വെന്തില്ലേ, അത്തായം കുച്ചാണ്ട് പ്രാണം കത്തണുമാ, അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട്, എന്തിനടി മോളെ തല തല്ലിക്കരയണത്, കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, ചോറ് ചോദിച്ചപ്പോൾ അമ്മ കീറു തന്നച്ചോ, കീറു കിട്ടിയപ്പോഴെൻ്റെ പ്രാണം പോയച്ചോ, അച്ഛനെ വേണ്ടേടി നിനക്ക് അത്തായ വേണ്ടേടി, അത്തായം വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി, അടുക്കള ചെന്നിട്ട് കുമാരൻ അടുപ്പത്തേക്കൊന്ന് നോക്കി വെള്ളമിറക്കേടി. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കുക, ഒരു മിമിക്രിക്കാരൻ എന്ന് പറയുന്നത് ഒരു തട്ടിൽ ഒതുങ്ങുന്നതല്ല. തീർച്ചയായിട്ടും ഒരുപാട് കലയും കലാകാരന്മാരും കായിക പ്രേമികളും, പ്രേമിയല്ല കായിക താരങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. പാട്ട് പാടാനും മിമിക്രി കളിക്കാനും വരയ്ക്കാനും അഭിനയിക്കാനും എല്ലാ കലാസാധ്യതകളുള്ള ആൾക്കാരാണ് മിമിക്രിക്കാർ. തീർച്ചയായിട്ടും സിനാജ് വരച്ചുണ്ട്, അടിപൊളിയുണ്ട്. ഞാനൊരു സുന്ദരനായോ എന്ന് എനിക്ക് സംശയം. എൻ്റെ മീശ വരെ കുറ്റി താടി വരെ സിനാജ് വരച്ചു. ആ കണ്ണിൻ്റെ ഒക്കെ അതൊക്കെ കണ്ണിൽ നിന്നൊക്കെ ഒരു പ്രകാശിങ്ങനെ അല്ലേ കടന്നു പോകണമുണ്ട്. എന്തായാലും സിനാജ് വലിയൊരു കലാകാരനായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുമാതിരി രതീഷും എന്നെ മാത്രം അനുകരിക്കാതെ കണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമാ നടനായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ അടുത്ത എപ്പിസോഡ് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.